ഞാൻ ഡോക്ടർ സ്മിത വിനു, ഗ്രീൻ മെഡ് വെയ്റ്റ് മാനേജ്മെൻറ്റ് ക്ലിനിക് അടൂർ. വെയ്റ്റ് ലോസ് ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഫൈബറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. എന്നാൽ പലരും അത് വേണ്ട പോലെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ഫൈബറിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഉള്ള അജ്ഞതയാണ് അതിന് കാരണം. ഫൈബറിനെ പറ്റി പറയുകയാണെങ്കിൽ 2 തരം ഫൈബറാണുള്ളത്: സോളുബിൾ ഫൈബറും ഇൻസോളുബിൾ ഫൈബറും. സോളുബിൾ ഫൈബർ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതിലൂടെ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തുന്നു. ഇൻസോളുബിൾ ഫൈബർ സ്റ്റൂളിൻ്റെ അളവ് കൂട്ടി കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനാണ് സഹായിക്കുന്നത്. പഴങ്ങളും പച്ചക്കറികളുമാണ് ഫൈബറിൻ്റെ ഉറവിടം. സോളുബിൾ ഫൈബറിൽ ഉൾപ്പെട്ടവയാണ് ഓട്സ്, ബാർലി, സൈലിയം, പച്ചക്കറികളിലെ തന്നെ ഇലക്കറികളും ക്യാരറ്റും, പയർ പരിപ്പ് വർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സിലെ ആപ്പിളും സിട്രസ് ഫ്രൂട്ട്സ് മുതലായവ. ഇൻസോളുബിൾ ഫൈബറിൽ ഉൾപ്പെട്ടവയാണ് തവിടോട് കൂടിയ ധാന്യങ്ങൾ, നട്ട്സ്, ബീൻസ്, പൊട്ടറ്റോ, കോളിഫ്ലവർ മുതലായവ. ഒരു ഹെൽത്തി ഡയറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിൽ സോളുബിൾ ഫൈബറും ഇൻസോളുബിൾ ഫൈബറും തുല്യ അളവിൽ ഉണ്ടായിരിക്കണം. ഒരു വ്യക്തി ദിവസവും കഴിക്കേണ്ട ഫൈബറിൻ്റെ അളവ്, അതായത് ശരാശരി 2000 കാലറി ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തി 20 തൊട്ട് 25 ഗ്രാം ഫൈബർ എങ്കിലും അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇപ്പോൾ ഫൈബറിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യപ്പെട്ടുവല്ലോ. അപ്പോൾ ഏവരും ഫൈബർ ദിനചര്യയുടെ ഭാഗമാക്കും.